ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB NTPC നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്റ്റേജുകളിലായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് CBT1. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ടെസ്റ്റാണ്, ഇതെല്ലാവർക്കും കോമൺ ആണ്. രണ്ടാമത് സെക്കൻഡ് സ്റ്റേജ് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. മൂന്നാമത് ടൈപ്പിംഗ് ടെസ്റ്റ് ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഭാഗത്ത് ചെറിയൊരു വ്യത്യാസം വരും. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന തസ്തികകൾക്കനുസരിച്ച് ആയിരിക്കും അവിടെ ടെസ്റ്റ് വരുന്നത്. ചിലർക്ക് ടൈപ്പിംഗ് ഉണ്ടാവും, ചിലർക്ക് മറ്റു ചില സ്കില്ലുകളായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ ജോലിക്കും വേണ്ടുന്ന കാറ്റഗറിയിലനുസരിച്ചുള്ള ടെസ്റ്റുകളായിരിക്കും അവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെയും കോമൺ ആണ്, അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നുള്ളതാണ്. ചില തസ്തികൾക്ക് മെഡിക്കൽ ക്രൈറ്റീരിയകൾ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയും. അത് പാലിക്കുന്നവർക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും അസസ് ചെയ്യുന്നതാണ്. ഇതും അസസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരുവാനും അതിനുശേഷം നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കാനുമുള്ള സാധ്യതകളുമാണ് പിന്നീടുള്ള ഘട്ടം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ഏതൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ഘടകങ്ങളെന്ന്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് സർവീസുകൾ കാണാം. ഏതാണ്ട് 13 സർവീസുകളാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിൽ ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ഇത് പേ ബാൻഡിൽ 2 വരുന്നതാണ്. അതായത് പേ ബാൻഡ് ഏറ്റവും ചെറിയൊരു ലെവലിൽ വരുന്നതാണ്. ഇത് CBT1 കോമൺ തന്നെയാണ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കോമൺ തന്നെയാണ്. അതിനുശേഷം CBT ലെവലുകൾക്കെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു CBT ടെസ്റ്റ് ലെവൽ 2 ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റൂ. ഇവിടെ മൂന്നാമത്തെ ടെസ്റ്റ് ഉണ്ട്. ഇവർ എന്തെഴുതണം, ടൈപ്പിംഗ് എന്ന് പറയുന്ന സ്കിൽ ഉണ്ടാക്കിയിരിക്കണം. ആ സമയമാകുമ്പോഴേക്കും, അതായത് അപേക്ഷ കൊടുത്തോ ഇപ്പോൾ തന്നെ ഇത് അപേക്ഷിക്കുന്നവർ എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റെനോ പോലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്റ്റെനോ പോലുള്ള ഇതിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് കൂട്ടേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തത് അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇതും പേ ബാൻഡ് 2 ആണ്. ഇവർക്കും ഫസ്റ്റ് സ്റ്റേജ് എക്സാം സെയിം തന്നെയാണ്, ലെവൽ 2-ലുള്ള എക്സാം സെയിം തന്നെയാണ്. അതിനുശേഷം ഇവരും എന്തെഴുതണം, ടൈപ്പിംഗ് ടെസ്റ്റ് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ ജൂനിയർ ടൈം കീപ്പർ എന്ന് പറയുന്ന തസ്തികയാണ്. ഈ ജൂനിയർ ടൈം കീപ്പറിനും ഇതേ കാറ്റഗറി തന്നെയാണ്. അതായത് CBT1, CBT2, അതായത് പേ ബാൻഡ് 2-ലുള്ള കാറ്റഗറിയിൽ എല്ലാവർക്കും കോമൺ എക്സാം ആണ്. ഇദ്ദേഹവും ഈ ഒരു തസ്തികയിൽ വരുന്ന ആളും എന്ത് ചെയ്തേ പറ്റൂ, ടൈപ്പിംഗ് ടെസ്റ്റ് എഴുതിയേ പറ്റൂ. അതായത് ഈ 3 തസ്തികകൾക്കും, ആദ്യം പറഞ്ഞ 3 തസ്തികകൾക്കും, അതായത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ടന്റ് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ എന്നീ 3 തസ്തികകൾക്കും എന്തുണ്ട്, നിലവിൽ നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡ് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത് അനിവാര്യമാണ്, ഉടൻ കിട്ടുന്നൊരു സാധനമല്ല. ഇനിയും പേ ബാൻഡ് 2-ൽ തന്നെ വരുന്ന മറ്റൊരു 4ാമത്തെ തസ്തികയാണ് ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു തസ്തിക. ഈ ട്രെയിൻ ക്ലർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് CBT1-ഉം CBT2-ഉം, അതായത് പേ ബാൻഡ് 2-ലെ ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു എക്സാമും എഴുതണം. പക്ഷേ ഇദ്ദേഹത്തിന് ടൈപ്പിംഗ് ടെസ്റ്റ് ഇല്ല. ഈ ഒരു തസ്തിക ക്ലിയർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് എന്തില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഇല്ല എന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, പേ ബാൻഡ് 2-ൽ വരുന്ന 4 തസ്തികകളിൽ 3 എണ്ണത്തിനും എന്തുണ്ട്, ആദ്യം പറഞ്ഞ 3 എണ്ണത്തിനും കോമൺ ആയിട്ട് എന്തെഴുതിയേ പറ്റൂ, അവർ ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതായത് ടൈപ്പിങ്ങിൻ്റെ വേഗത ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്. ഇനി അടുത്ത് 4ാമത് മുതൽ നമ്മൾ നോക്കുമ്പോൾ, 5ാമത് മുതൽ നമ്മൾ നോക്കുമ്പോൾ കൊമേഴ്ഷ്യൽ കം ക്ലർക്കാണ്. ഇതിൻ്റെ പേ ബാൻഡ് ലെവൽ 7-ൽ 3ാമതായിട്ട് വരുന്നതാണ്. 7th പേയിൽ 3ാം ബാൻഡിൽ വരുന്നതാണ്. അവരുടെ പേ സ്കെയിൽ മറ്റവരേക്കാളും, നേരത്തെ ഇതുവരെ പറഞ്ഞ 4 തസ്തികളെക്കാളും ഉയർന്ന പേ ബാൻഡാണ്. ഈ പേ ബാൻഡിന് CBT1 കോമൺ തന്നെയാണ്. അതിനുശേഷം ഇവർക്ക് സെപ്പറേറ്റ് ലെവൽ 3-ൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അതായത് നമ്മൾ CBT2-ൽ പേ ബാൻഡ് 3-ക്ക് സെപ്പറേറ്റ് എക്സാമാണ് എഴുതുന്നത്. അതിനുശേഷം അവർക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് അവർക്ക് ജോയിൻ ചെയ്യാം. പ്രത്യേകിച്ച് അതിന് ശേഷമുള്ള യാതൊരുവിധ നടപടികളുമില്ല. പിന്നുള്ളത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും മാത്രമേ ഉള്ളൂ. ഇനി 6th പൊസിഷനിൽ വരുന്ന ട്രാഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അത്
പേ ബാൻഡ് കുറച്ചും കൂടി ഉയർന്നതാണ്, പേ ബാൻഡ് 4-ൽ വരുന്ന തസ്തികയാണ്. ഇവിടെ CBT 1 എല്ലാവർക്കും ഉള്ള പോലെ അദ്ദേഹം എഴുതണം. ഇനിയും അദ്ദേഹം എഴുതേണ്ടത് സെപ്പറേറ്റ് ലെവലിൽ വരുന്ന പേ ബാൻഡ് 4 ലെവലിൽ വരുന്ന CBT 2 ആണ്. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അദ്ദേഹത്തിന് 3ാമത്തെ ഘട്ടത്തിൽ ബാധകമാണ്. അതായത് ഈ ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന 4ാമത്തെ പേ ബാൻഡിൽ വരുന്ന തസ്തികയിലുള്ള ആൾക്ക് എന്തെഴുതണം? CBT 1 എഴുതണം. അതിനുശേഷം 4th ബാൻഡിലുള്ള, അതായത് 4th പേ ബാൻഡ് ലെവലിലുള്ള CBT 2 എഴുതണം. അതിനുശേഷം 3ാമതായിട്ട് അവർ എന്തുകൂടി എഴുതണം? അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കൂടി എഴുതാൻ ബാധ്യസ്ഥരാണ്. അതായത് അവർക്ക് 3, അവിടെ ടൈപ്പിംഗ് അല്ല അവിടെ വരുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അഭിരുചി പരീക്ഷയാണ് അവരുടെ എഴുതേണ്ടുന്നത്. ഇനിയും ട്രാഫിക് അസിസ്റ്റന്റ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഗുഡ്സ് ഗാർഡ് അല്ലെങ്കിൽ ട്രെയിൻ മാനേജർ, ഗുഡ്സ് മാനേജർ എന്നൊക്കെ പറയുന്ന പോസ്റ്റാണ്. ഈ ഗുഡ്സ് ഗാർഡിന്റെ പേ ബാൻഡ് നിലവിൽ പറഞ്ഞതിനേക്കാൾ ഉയർന്നതാണ്. അതായത് പേ ബാൻഡ് 5-ൽ വരുന്നതാണ്. അവിടെ CBT 1 ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും CBT 1 സെയിം ആണ്. അതിനുശേഷം PA ബാൻഡ് 5-ന്റെ CBT എക്സാം എഴുതണം. അതായത് പേ ബാൻഡ് 5-ലാണ് അവർ യോഗ്യത നേടിയെങ്കിൽ പേ ബാൻഡ് 5-ന്റെ കാറ്റഗറിയിൽ വരുന്ന എക്സാം എഴുതണം. അതിനുശേഷം അവർക്ക് മെഡിക്കൽ എക്സാമിനേഷനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമേ ഉള്ളൂ. 3ാമത്തെ സ്റ്റേജിൽ മറ്റ് എക്സാമുകളൊന്നുമില്ല. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസോ അതിനോടൊപ്പം തന്നെ യാതൊരുവിധ ടൈപ്പിംഗ് ടെസ്റ്റ് സ്പീഡുകളോ ടെസ്റ്റ് ചെയ്യുന്നില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെന്റ്, അത്രയും പ്രോസസ്സേ ഉള്ളൂ. ഇനിയും പേ ബാൻഡ് 5-ൽ തന്നെ വരുന്ന അടുത്ത തസ്തികയാണ് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് എക്സാമിനർ അല്ലെങ്കിൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഇതും സെയിം തന്നെയാണ്, പേ ബാൻഡ് 5-ൽ വരുന്നതാണ്. ഇവർക്കും CBT 1 എഴുതുക. CBT 2-ന്റെ അതായത് CBT 2-ന്റെ പേ ബാൻഡ് 5-ന്റെ എക്സാം എഴുതുക. ശേഷം എന്താണ്? മറ്റൊരു എക്സാമിനേഷനും ഇല്ല. 3ാമതായിട്ട് അവർക്ക് യാതൊരുവിധ എക്സാമിനേഷനും ഇല്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും നിയമനവുമാണ് വരുന്നത്. ഇനിയും അടുത്തത് 9ാമത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഈ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റും സെയിം 5th പേ ബാൻഡിൽ വരുന്നതാണ്. ഇവരും ആദ്യത്തെ CBT കഴിഞ്ഞാൽ പിന്നീട് എഴുതേണ്ടത് ഈ ഒരു ടെസ്റ്റാണ്. അതായത് കോമൺ CBT പേ ബാൻഡ് 5-ന് വേണ്ടിയാണ്. പക്ഷേ ഇവർ ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് പാസ് ചെയ്തേ പറ്റൂ. അതിന് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു തസ്തികയിൽ യോഗ്യത നേടുകയുള്ളൂ. അടുത്തത് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. ഇതും പേ ബാൻഡ് 5 ആണ് വരുന്നത്. CBT 1 കോമൺ ആണ്. അതിനുശേഷം CBTയുടെ ഏത് എഴുതണം? CBT ലെവൽ 2 5 ബാൻഡിൻ്റെ എഴുതണം. അതിനുശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാവണം. അടുത്തതായിട്ട് 11ാമത്തെ തസ്തിക എന്ന് പറഞ്ഞാൽ സീനിയർ ടൈം കീപ്പർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇതും ലെവൽ 7th പേ ബാൻഡ് 5-ൽ വരുന്നതാണ്. ഇവിടെയും CBT 2-ൽ അവർ എഴുതണം കോമൺ ഫോർ ഓൾ ആയിട്ടുള്ള ലെവൽ 5 CBT എഴുതണം. ടൈപ്പിംഗ് ടെസ്റ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ശേഷമാണ് അവർക്ക് മെഡിക്കൽ വെരിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾമോസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ മുതലൊരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്റ്റെനോ കോഴ്സിന് ചേർന്നാൽ ഈ ഒരു സ്പീഡ് നമുക്ക് ഗ്രാജുവലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് 12ാമത്തെ തസ്തിക. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് 11ആണ്. ഈ 12, 13 തസ്തികകളാണ്. ഇത് രണ്ടും വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റുകൾ കൂടിയാണ്. അതിൽ ആദ്യത്തേത് കൊമേഴ്ഷ്യൽ അപ്രന്റീസും അടുത്തത് സ്റ്റേഷൻ മാസ്റ്ററുമാണ്. ഇതിൽ ഈ കൊമേഴ്ഷ്യൽ അപ്രന്റീസ് എന്ന് പറയുന്നത് പേ ബാൻഡ് 7-ൽ 6 വരുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് സാലറി വരുന്ന ഒരു പോസ്റ്റാണ്. ഇവിടെ ഇവർക്ക് CBT 1 കോമൺ ആണ്. അതിനുശേഷം ഇവരുടെ CBT 2 കുറച്ച് മാറും. ഇവരുടെ കോമൺ ഫോർ ഓൾ ലെവൽ 6 CBT ആണ് എഴുതേണ്ടത്. അതായത് നിലവിൽ ഓരോരുത്തർക്കും ഓരോ ലെവലാണ്. കൊമേഴ്ഷ്യൽ അപ്രന്റീസ് ഇവിടെ യാതൊരുവിധ പർപ്പസും ഇല്ല. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും അതായത് ഈ ഒരു CBT 6-ന് ശേഷം അദ്ദേഹത്തിന് യാതൊരുവിധ ടെസ്റ്റുകളും എഴുതേണ്ട. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം അപ്പോയിൻമെന്റ് ആണ്. ഇനിയും ഏറ്റവും ഉയർന്ന തസ്തിക, അതായത് ഒരു സ്റ്റേഷന്റെ മാസ്റ്റർ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ. ഇത് പേ ബാൻഡ് 6 ആണ്. ഇദ്ദേഹത്തിന് പ്രധാനമായിട്ട് 2nd സ്റ്റേജിൽ 6th ലെവൽ CBT ആണ്. 6th ലെവൽ CBTക്ക് ശേഷം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇതിൽ 2 തസ്തികകൾക്കാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത്. ഒന്ന് സ്റ്റേഷൻ മാസ്റ്റർക്കും ഒപ്പം തന്നെ ട്രാഫിക് അസിസ്റ്റന്റ്. ഈ 2 തസ്തികകൾക്കാണ് കമ്പ്യൂട്ടർ അഭിരുചി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വേണ്ടി വരുന്നത്. ഇത്രയും തസ്തികകളാണ് പ്രധാനമായിട്ടും ഈ ഒരു നമ്മുടെ NTPCയിൽ പ്രതീക്ഷിക്കുന്ന വേക്കൻസികൾ. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സുകളിൽ വരുന്ന വിവിധ ഘട്ടങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. ഒപ്പം തന്നെ എന്തുകൂടി ചെയ്തേ പറ്റൂ? നിങ്ങൾ ഈ ഒരു ടൈപ്പിംഗ് സ്പീഡ് കൂടി
കൂട്ടുന്നതിന് വേണ്ടുന്നുള്ള നടപടികൾ കൈക്കൊള്ളുന്നത് എപ്പോഴും നിങ്ങളുടെ റിസൾട്ടിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനി പറയുവാനുള്ളത് RRB NTPCയുടെ വിജ്ഞാപനം ഓൾറെഡി വരാൻ പോവുകയാണ്. നമ്മുടെ ബിഗ് ലേണിംഗിൽ RRB NTPCയുടെ കോഴ്സുകൾ ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡഡ്, അതായത് പ്രീ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യതയുള്ള ക്ലാസ്സുകളാണ്. സമയം വളരെ പെട്ടെന്ന് കടന്നു പോകും. നിങ്ങൾ ഉടൻ വൈകാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു കോഴ്സിന് ചേർന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക. രാജ്യത്താകമാനം വളരെയധികം തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത്. അവരുടെ ഒരു തൊഴിൽ, അതായത് എംപ്ലോയ്മെന്റ് തരുന്നതിൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷം വലിയ രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഈ 2024 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈകാതിരിക്കുക. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഏതാണ്ട് 11,500 വേക്കൻസികളാണ്. ചിലപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെയൊക്കെ പീരീഡ് കഴിയുമ്പോൾ കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനും ഇതിൻ്റെ ഇരട്ടിയായി മാറാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിലവിലെ പല തസ്തികകളിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വെറുതെ സമയം കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സ്മാർട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബിഗ് ലേണിംഗ് എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ ബിഗ് ലേണിംഗിൻ്റെ കോഴ്സുകൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി അറിയുന്നതിനും ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുവഴി നിങ്ങളുടെ സംശയത്തിന് തീർച്ചയായിട്ടും പരിഹാരം കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ദൂരീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.